നിങ്ങളുടെ കുട്ടികൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് പനി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ കുട്ടികളുടെ പല്ല് കാരണമാവാം. അത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഓറൽ ഹൈജീൻ കുട്ടികളുടെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് കുട്ടികളുടെ ഓറൽ ഹൈജീൻ 2 നേരം ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പല്ലുകൾ ക്ലീനായിട്ട് സൂക്ഷിക്കുക തുടങ്ങിയ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് പല്ലുകളിൽ കേടുണ്ടാവും. ഈ പല്ലുകൾ കേട് വന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇനീഷ്യലി ആ കുട്ടികൾ വേദന വന്നില്ല, അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഇൻഫെക്ഷൻ ഉണ്ടാവും. വേരുകളിലേക്കും ആ ഇൻഫെക്ഷൻ ആക്സസ് ഉണ്ടാക്കാം, അതായത് ചെറിയ നീരൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഇൻഫെക്ഷനിൽ നിന്ന് കുട്ടികൾക്ക് ഒരു റൈസിങ് ടെമ്പറേച്ചർ പനി പോലെ ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് നമുക്ക് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തില്ല അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പനി വരാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഒരു റൂട്ടീനായിട്ടുള്ള ചെക്കപ്പ് എപ്പോഴും ചെയ്യണം. ഒരു 6 മാസത്തിലെങ്കിലും കുട്ടികൾക്ക് റൂട്ടീനായിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം. ആ ഡെന്റൽ ചെക്കപ്പിൽ ചെറിയ കേടുകളുണ്ടെങ്കിൽ ആ ചെറിയ കേടുകൾ ഫില്ല് ചെയ്യുകയും ഇനി അതല്ല വലിയ കേടുകളുണ്ടെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് പൾപ്പക്ടമി പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ കേടിൻ്റെ എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പാൽപ്പല്ലല്ലേ, അത് പോകാനുള്ള പല്ലല്ലെന്ന് വിചാരിച്ച് നമ്മൾ നീണ്ടു പോയി കഴിഞ്ഞാൽ അവർക്കത് ഫർദർ ആക്സസ് അല്ലെങ്കിൽ പഴുപ്പുണ്ടായി ആ പഴുപ്പിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പനിയും അതുപോലെ അടുത്ത ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുണ്ട്.